നമസ്കാരം. ഒരു രക്തദാന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറ്റ്യാണി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. എൻ്റെ സുഹൃത്ത് ബിജു അണ്ണനെ ഇവിടെ ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ശാലം ചർച്ച് കുരശ്ശേരി ജംഗ്ഷനിലാണ്, കുറ്റ്യാണിയിലാണ് ഈ രക്തദാന ക്യാമ്പ് നടക്കുന്നത്. ആഗസ്റ്റ് 9 ശനിയാഴ്ച രാവിലെ ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രതിനിധികളെല്ലാം എത്തിയിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ടീം, മെഡിക്കൽ കോളേജിലെ ടീമാണ്, ഷാരോൺ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് രക്തദാന ക്യാമ്പിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 9 മണി കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം വെളുക്കത്തിച്ച് ഞാൻ നിർവഹിച്ചു. ഈ ചടങ്ങിൽ വെമ്പായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ജയൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാജേഷ് കണ്ണൻ, കുറ്റ്യാണി വാർഡ് മെമ്പർ ലതാകുമാരി മാഡം ഉണ്ടായിരുന്നു, വട്ടപ്പാറ വെസ്റ്റ് വാർഡ് മെമ്പർ സാബുയിസ്, പന്തലക്കോട് വാർഡ് മെമ്പർ രാജേഷ് MS, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അഭിജിത്ത് SK. എല്ലാവരും കൂടി ചേർന്ന് ഈ വളരെ മനോഹരമായി ഈ ഒരു സൽക്കർമ്മം 8ാമത് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പിൻ്റെ നേതൃത്വം വഹിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഷാരോൺ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മികച്ച ടീമാണ്. ഡോക്ടറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രക്തദാന ക്യാമ്പ് നടക്കുന്നത്. ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അവിടെ പ്രസംഗിച്ചതിന് ശേഷം യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വകയായി എനിക്കൊരു ഉപഹാരം നൽകുകയുണ്ടായി. എൻ്റെ സുഹൃത്ത് ബിജുവിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഉപഹാരം സ്വീകരിച്ചത്. വളരെ മനോഹരമായൊരു ശില്പമായിരുന്നു കേട്ടോ. വളരെ നല്ലൊരു ശില്പമായിരുന്നു. വളരെ സന്തോഷമായി. 8ാമത് രക്തദാന ക്യാമ്പാണ് അവർ നടത്തുന്നത്. നിരവധി ആൾക്കാർ ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. ഉദ്ഘാടനം ചെയ്ത് ഞാനായതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ ബ്ലഡ് ദാനം ചെയ്തത്, അതായത് രക്തദാനം ചെയ്തത് ഞാൻ തന്നെ ആവണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഫോമെല്ലാം ഫില്ല് ചെയ്തു. അവിടെ ഒരു സുഹൃത്ത് തന്നെ ഫില്ല് ചെയ്തത് കേട്ടോ. ഫോമെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അകത്തുകൊണ്ടുപോയി കാണിച്ചു. അവർ നമ്മളെ ചെക്ക് ചെയ്ത് വെയിറ്റൊക്കെ നോക്കി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനൊരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 10 വർഷം ഞാനൊരു 5 പ്രാവശ്യത്തോളം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്ലഡ് കൊടുക്കുന്നത്. ഷാരോൺ ഡോക്ടറാണ് പരിശോധിച്ചു, എല്ലാ കാര്യങ്ങളും നോക്കി, എല്ലാം നോർമലായിരുന്നു. അങ്ങനെ ബ്ലഡ് കൊടുക്കാൻ ഞാൻ തയ്യാറായി. യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുറ്റ്യാണിയുടെ 8ാമത് രക്തദാന ക്യാമ്പിനോടനുബന്ധിച്ച് രക്തം ദാനം ചെയ്ത് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തു. വിളക്കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഒരു ആളായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് നിറഞ്ഞു കേട്ടോ. കാരണം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം നിരവധി ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. സ്ത്രീകളും അതുപോലെ തന്നെ ചെറുപ്പക്കാരും കുറച്ച് പ്രായമായ ആൾക്കാരും. പ്രായം എന്ന് വെച്ചാൽ 10-60 വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ ചെക്ക് ചെയ്തു. നമ്മൾക്കെല്ലാം മാച്ച് ചെയ്തിട്ടൊക്കെയാണ് അവരെടുക്കുന്നത്. എൻ്റെ ബ്ലഡ് ഡൊണേഷൻ്റെ സംഭവങ്ങൾ കഴിഞ്ഞു. ശേഷം ഷാരോൺ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോഴേക്കും അവിടുത്തെ ബെഡുകളിലെല്ലാം ഓരോ ആൾക്കാർ രക്തം കൊടുക്കാനായി വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിരവധി ആൾക്കാർ വന്നിട്ട് വളരെ പുണ്യമായ ഒരു പ്രവൃത്തിയാണ് കേട്ടോ. 8 വർഷത്തോളമായി രക്തദാന ക്യാമ്പാണ് ഈ ഒരു ക്ലബ്ബ് നടത്തുന്നത്, മുടങ്ങാതെ തന്നെ. ഇനിയും ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഈ ഒരു ക്ലബ്ബിന് കഴിയട്ടെ. കുറ്റ്യാണി എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപ്പാറയിൽ നിന്ന് തൊട്ടടുത്താണ് കുറ്റ്യാണി എന്ന സ്ഥലം. അവസാനം അവിടെ നിന്നൊരു ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞാൻ യാത്രയായി. തിരിച്ച് കുട്ടികളിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. വെഞ്ഞാറമൂടൊക്കെ നല്ല തകർത്ത് പെയ്യുന്ന മഴയായിരുന്നു കേട്ടോ. ഇതുപോലൊരു മഹനീയമായ ചടങ്ങിന് എന്നെ വിളിച്ച യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളോടും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.